ഹലോ എല്ലാ കുട്ടികൾക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സിംപ്ലി ലേൺ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലെ ഒരു ഒഫീഷ്യലായിട്ടുള്ള ആദ്യൊരു വീഡിയോ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലിരുന്നപ്പോൾ ഫോണിലായിരിക്കും വീഡിയോസ് കാണുന്നതല്ലേ? ഓക്കെ, ഇപ്പോൾ വീഡിയോസ് കണ്ടിരിക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? കമൻറ്റ് ബോക്സിലൊന്ന് പറയുമോ നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന്? ഓക്കെ, എന്നാൽ മനസ്സിലാക്കാം ഏതൊക്കെ ക്ലാസ്സിലുള്ള കുട്ടികൾ കാണുന്നുണ്ടെന്നേ. അപ്പോൾ നമ്മുടെ സിംപ്ലി ലേണിൻ്റെ യൂട്യൂബ് ചാനലിലെ ഒഫീഷ്യലായിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണിത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പഠിക്കുന്നതെന്നറിയോ? എല്ലാവർക്കും പഠിക്കാനൊക്കെ ഇഷ്ടമല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. നമ്മൾ ഒരുപാട് പഠിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഒരുപാട് അറിവ് നേടണം. മനസ്സിലായോ? അപ്പോൾ നമ്മൾ വീഡിയോസിൽ നിന്ന് നമ്മൾ കൊച്ചു അറിവുകളാണ് നമ്മൾ എന്ത് ചെയ്യുക ഇതിൽ പറയുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഒരുപോലെ പഠിക്കാൻ പറ്റും. കുറച്ച് സമയം മാത്രം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് പഠിച്ചാൽ മതി. എല്ലാ ദിവസവും കാണണേ. ഒരു കൺസിസ്റ്റൻസി വേണം. എല്ലാ ദിവസവും കാണണം. എല്ലാ ദിവസവും ക്ലാസ് കണ്ടിട്ട് നോട്ട്സ് എഴുതാനുണ്ടെങ്കിൽ എഴുതണം. എന്നിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കണം. പിന്നെ നിങ്ങൾക്ക് എന്ത് വീഡിയോസാണ് പഠിക്കാൻ പറ്റിയ ഏത് തരത്തിലുള്ള വീഡിയോസാണ് വേണ്ടതെന്നും കമൻറ്റ് ബോക്സിൽ പറയണം. അതിനെല്ലാത്തിനും വേണ്ടിയാണ് നമ്മൾ കമൻറ്റ് ബോക്സ് ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ മാം ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. നോക്കിക്കേ, നമ്മൾ ഇംഗ്ലീഷും പഠിക്കും, മലയാളം പഠിക്കും, മാത്സും പഠിക്കും, എസ്സും പഠിക്കും, BSും പഠിക്കും. ഇപ്പോൾ ചെറിയ ക്ലാസ്സിലെ കുട്ടികളാണെങ്കിൽ എന്താണ് SS, എന്താണ് BS എന്ന് സംശയം ഉണ്ടാവില്ലേ? അതൊന്നും നിങ്ങൾ കാര്യമാക്കി എടുക്കണ്ട. നിങ്ങൾക്ക് അറിയുന്ന സബ്ജക്റ്റ് ഏതാ? മലയാളം, ഇംഗ്ലീഷ്, മാത്സ് അല്ലെങ്കിൽ ഗണിതം. അത് മാത്രം നിങ്ങൾ കേട്ടാൽ മതി. മനസ്സിലായോ? ഇനി ഇത് വലിയ ക്ലാസ്സിലെ കുട്ടികൾ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടും കൂടെയാണ് BS, SS, ഹിന്ദി, അറബിക്, ഇങ്ങനത്തെ എല്ലാ വിഷയങ്ങളും നമ്മളിവിടെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ മാതൃഭാഷ ഏതാണ് കുട്ടികളെ? നമ്മുടെ മാതൃഭാഷ ഏതാണ്? മലയാളം അല്ലേ? ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ മലയാളത്തിലെ കുറച്ച് വാക്കുകൾ ഇവിടെ എഴുതും. അതെല്ലാവരും കൂടെ വായിക്കണം. അപ്പോൾ ആദ്യം എഴുതാൻ പോകുന്നത് ഇതാണ്. ഇതേതാക്ഷരം? പറഞ്ഞോളൂ. മ. ഇതേതാക്ഷരം? ല. ഇതേതാ അക്ഷരം? ആ. ഓക്കെ. അടുത്തത് ഇത് ഏതാ അക്ഷരം? ഇ. ഓക്കെ. അടുത്തത് ഇത് ഏതാ അക്ഷരം? ഉ. ഓക്കെ. അടുത്തത് ഇത് ഏതാണ് അക്ഷരം? ക. ഓക്കെ. അപ്പോൾ ഇതേതാ അക്ഷരം? ഘ. ഓക്കെ. ഇതേതാണ് അക്ഷരം? യ. ഓക്കെ. അപ്പം മലയാളത്തിലെ ഒരുപാട് അക്ഷരങ്ങളുണ്ടല്ലേ? അപ്പം എല്ലാവർക്കും അക്ഷരങ്ങളൊക്കെ അറിയാം അല്ലേ? അപ്പം ഇന്ന് നമുക്ക് അക്ഷരങ്ങൾ വെച്ചിട്ട് കൂട്ടി എഴുതാനും വായിക്കാനുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയേ. ഇപ്പം എഴുതുമ്പോൾ തന്നെ നിങ്ങൾ ആ അക്ഷരം വിളിച്ച് പറയണം. ക അല്ലേ? ക. ഓക്കെ. അപ്പം ഇനി നമ്മൾ ഇപ്പോഴോ ഇതെന്താ വായിക്കുക? കല. എന്താ വായിക്കുക? ക ല, കല. ഓക്കെ, കല. അടുത്തത് ഇതേതാക്ഷരം? പ. ഇതേതാക്ഷരം? റ. അപ്പോൾ ഒന്നിച്ച് വായിക്കുമ്പം പറ. ഓക്കെ. അടുത്തത് ഇതേതാക്ഷരം? ആ. ഇതേതാക്ഷരം? ക. ഇനി ഈ കാക്ക് നമ്മൾ നീട്ടാനിട്ട് കൊടുക്കുന്നു. അപ്പം ആ ഖ എന്നായില്ലേ? ഇനി ഇതേതാക്ഷരം? ഷ. ഷാക്ക് നമ്മൾ ഇങ്ങനെ ഇട്ടെടുക്കുന്നു. അപ്പം ഇതെന്താ വായിക്കുക? ആകാശം. ആകാശം. നമ്മുടെ ആകാശം ഇല്ലേ? ആകാശം എന്ന് നമ്മൾ പറഞ്ഞു. ആകാശം ഏത് കളറാണ് ഉണ്ടാകാറുള്ളത് രാവിലെയൊക്കെ? ഒരു നീല കളറല്ലേ? അപ്പം നീല. ഇതിപ്പോൾ എന്താ വായിക്കുക? നീല. ആകാശം നീല. ഇനി നിറം എന്നതിന് നമ്മൾ എങ്ങനെ എഴുതുക? നിറം. നീ റം. അപ്പം അതെന്താ വായിക്കുക? നിറം. അപ്പോൾ നിറം എന്താ വായിക്കുക? നിറം. ഓക്കെ. അപ്പോൾ നമുക്കത് നമ്മൾ ആദ്യം പറഞ്ഞത് തൊട്ട് ഇതുവരെയുള്ളത് എഴുതി നോക്കാം.
ആകാശം നീല നിറം. ആകാശം നീല നിറം. ഓക്കെ, ഇനി അടുത്ത വാക്ക്. അടുത്തത് ഇതെന്താ വായിക്കുക? ക, കി, ള, ളി, ക, ൾ. കൂട്ടി വായിക്കുമ്പം കി, ലി, ക, ൾ. കിളികൾ. എന്താ വായിക്കുക? കിളികൾ. കിളികളൊക്കെ ഇഷ്ടമല്ലേ? ആകാശത്തിലൂടെയൊക്കെ ഒരുപാട് കിളികളൊക്കെ പറന്നു പോകുന്നത് നമ്മൾ കാണലുണ്ട് അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കിളി ഏതാണ്? ഓക്കെ, തത്തയുണ്ട്, പ്രാവുണ്ട്, പരുന്തുണ്ട്, ഒരുപാട് പക്ഷികളുണ്ട് അല്ലേ? നമ്മുടെ ചുറ്റും കിളികളുണ്ട്. ഓക്കെ, അപ്പം കിളികൾ ആകാശത്തിലൂടെ ആകാശത്തിലൂടെ പറക്കുന്നു. പറക്കുന്നു. അപ്പം നമ്മൾ ഒന്നിച്ചെഴുതുമ്പോൾ ക, കി, ള, ലി, ക, ൾ. കിളികൾ. ആകാശത്തിലൂടെ പറക്കുന്നു. കിളികൾ ആകാശത്തിലൂടെ പറക്കുന്നു. എല്ലാവരും പഠിച്ചോ? ഇനി അടുത്തതൊരു ചോദ്യമാണ്. അപ്പോൾ ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു പക്ഷിയുടെ പേര് എഴുതും. തത്തയെ ഇഷ്ടമാണല്ലോ. അപ്പോൾ തത്ത എന്ന് നമ്മൾ എങ്ങനെ എഴുതുന്നത്? ഇവിടെ 2 തരത്തിൽ എഴുതും. ഇവിടെ 1 എന്നും 2 എന്നും എഴുതിയിട്ട് 2 തരത്തിൽ എഴുതും. അപ്പോൾ ഇതിലേതാ ശരിയെന്ന് നിങ്ങൾ പറയണം. തത്ത അല്ലെങ്കിൽ തത്ത, ഇതിലേതാണ് ശരി? ഈ മുകളിലുള്ള ഇതാണോ ശരി, താഴെയുള്ള ഇതാണോ ശരി എന്ന് കമൻറ്റ് ബോക്സിൽ എഴുതണം. ഇപ്പം നിങ്ങൾക്ക് 1 ശരി എന്ന് തോന്നുന്നെങ്കിൽ കമൻറ്റ് ബോക്സിൽ 1 എന്ന് എഴുതിയിട്ടാൽ മതി. ഇനി 2 ശരി എന്ന് തോന്നുന്നെങ്കിൽ എന്ത് ചെയ്യണം? 2 എന്ന് കമൻറ്റ് ബോക്സിൽ ഇടണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.